രാജ്യതലസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. തീയിൽ കുരുത്തതുപോലും വേലേറ്റ് വാടുന്ന ഉഷ്ണതരംഗമാണ് ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിലെ റിപ്പോർട്ടേഴ്സ് പറയുന്നത്. അതെ, കൊടും വേനലിനെ അതിജീവിക്കുകയാണ് ഡൽഹിയിലെ മനുഷ്യരും പക്ഷിമൃഗാദികൾ. കൈവഴികളായി ഒഴുകിയ കാളന്തി ഇന്നൊരു നീർച്ചാലുപോലെയാണ്. നീരുവറ്റി ചളി നിറഞ്ഞൊഴുകുന്ന വെറുമൊരു അഴുക്കുചാൽ. കത്തുന്ന മണൽപ്പരപ്പിൽ ഒരു തുള്ളി നീരിനായുള്ള കാത്തിരുപ്പ്. യമുനാ തീരത്തെ മനുഷ്യർ ഇന്ന് കുടങ്ങളേന്തി നീരുറവ തേടിയുള്ള യാത്രയിലാണ്. अरे ये तो 5 साल से ऐसी दिक्कतें हो रहा, हम लोग की सुविधा कौन दे रहा है? सरकार क्या दे रहा है? गरीब आदमी को देखने आता है, कोई नहीं देखता है भाई। पीने का ला रहा है ना वो पाइप के नीचे से, गरीब आदमी को कौन देखता है? जब जरूरी लगता है सरकार को तो आता है, बात कर रहे हैं तो फिर कोई देखता नहीं है भाई। अरे यहाँ पर ये पानी वानी नहीं आता है और यहाँ पर ये पाइपलाइन टूटी पड़ी है। ये पाइपलाइन के नीचे से हम पानी लेकर आते हैं, इसकी वजह से लाने में थोड़ी दिक्कत होती है। अब सूरज की वजह से ये गर्म रहता है ना, तो हमारे हाथ पैर जलते हैं, तो फिर लेकर आने में जाने में बहुत दिक्कत होती है ना। लाइट दिन में नहीं आती, रात में आवे भी तो कम आवे है, वैसा आती नहीं है। वो पानी भी पूरे टाइम मिलता है पर लेकिन कम मिलता है वैसे। യമുനാ തീരത്തു നിന്ന് 2 കിലോമീറ്റർ അകലെ സഞ്ജയിലേക്ക് കൊടും വേനലിൽ കായലിലെ മത്സ്യങ്ങളൊക്കെയും ചത്തുപൊങ്ങി. ഒരു തുള്ളി വെള്ളത്തിനായി ഭൂമി ഇന്ന് ദാഹിക്കുന്ന പോലെ. വെയിലേറ്റുവാടിയ ചിറകുകൾക്ക് നേരിയ തണുപ്പിന് ആശ്വാസം. അതിജീവനത്തിന്റെ നീരു പങ്കിടുകയാണ് പക്ഷികൾ. വേനലിൽ രക്ഷ നേടാനായി നഗരത്തിലെ കൃത്രിമ ജലാശയങ്ങളിൽ ദാഹമകറ്റി ശരീരം തണുപ്പിക്കുകയാണ് കുരങ്ങന്മാർ. കൊടും ചൂടിലാണ് ഉത്തരേന്ത്യ. ഡൽഹിയിൽ താപനില ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അതിശക്തമായ ഈ വേനൽക്കാലത്തെ അതിജീവിക്കുകയാണ് രാജ്യതലസ്ഥാനം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.